നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ജീവിതത്തിലെ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് ശത്രുക്കൾ ഈ വ്യക്തിയെ തള്ളിയിട്ടു. എന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായി നോക്കാനായിട്ട് പോകുന്നത്, ഈ വ്യക്തി ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലേക്ക് പോയാലും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനവും പദ്ധതിയും ഉണ്ടോ, നിലപാടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. ഈ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും അതിനെ മറികടക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇന്നത്തെ വായനയിൽ നമുക്ക് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുന്നത്, ഈ വ്യക്തി ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും നോക്കിക്കാണുന്ന ഒരു രീതിയാണ്. അത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് കാണുന്നത്. യാതൊരു കാരണവശാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കോ ഈ പ്രണയബന്ധത്തിനോ മാറിപ്പോകാനോ ദൂരേക്ക് പോകാനോ അകന്നു പോകാനോ സാധിക്കില്ല. അതായത് ദൂരേക്ക് അകന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടായിരിക്കാം മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായി അകന്നു നിന്നപ്പോൾ ആയിരിക്കാം ഈ വ്യക്തി ആ ഒരു പാഠം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് പഠിച്ചിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇത് ആവർത്തിച്ചു വരുന്ന, അതായത് ജീവിതത്തിൽ നിന്നും ഒരിക്കലും തുടച്ചു നീക്കപ്പെടാൻ സാധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രണയബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്കാണ് ഈ വ്യക്തി വരുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമല്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് സ്വന്തം മാതാപിതാക്കളാണെങ്കിലും കൂടപ്പിറപ്പുകളാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും അവരിൽ നിന്നുമൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തി ആരുമായിട്ടൊക്കെ സൗഹൃദം പുലർത്തുന്നുവോ, ബന്ധം പുലർത്തുന്നുവോ, അവരെല്ലാവരും തന്നെ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ പറ്റിച്ചിട്ടോ ചീറ്റ് ചെയ്തിട്ടോ ആണ് അവർ കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ വ്യക്തിക്ക് തോന്നിയിട്ടില്ല. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും തന്നെ ആ ഒരു ബന്ധം ഇല്ലാതെയാകും. അത് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തി മുൻകൈ എടുത്ത് അതില്ലാതെയാക്കും, അല്ലെങ്കിൽ അവരായി തന്നെ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകും. അപ്പോൾ ഇത് നമുക്ക് തീർത്തും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എത്രമാത്രം നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നു, എത്രമാത്രം നിങ്ങളെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് നടപ്പിലാക്കാനോ പരിപൂർണമായി നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ചു പോകാനോ ഈ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല. പലപ്പോഴും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഇവിടെ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ ഈ ജീവിതം ഇനി മുന്നോട്ട് ജീവിച്ചു പോകാം, അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്, ഈ വ്യക്തിയെ കാത്തിരിക്കുന്നവർ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ചും അറിയുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളാണ് വളരെയധികം, ഒരു ലിമിറ്റുമില്ലാതെ ഒരു പരിധിയുമില്ലാതെ വന്നു ചേർന്നിട്ടുള്ളത്. അത് തീർത്തും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്.
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാലഘട്ടം ഈ വ്യക്തിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവയിൽ നിന്നും പുറത്തേക്ക് വരുവാനും ജീവിതത്തിൽ നല്ലൊരു പ്രയാണം ഇനിയും മുന്നോട്ടുണ്ടെന്നും നല്ലൊരു ഭാവിയുണ്ടെന്നും അത് നിങ്ങളുമൊത്ത് സന്തോഷമായി ജീവിച്ച് തീർക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം ഫീലിങ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ തന്നെ ഈ പേഴ്സണെ പറ്റിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ഒരു വ്യക്തികൾക്ക് ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഇങ്ങനൊരു തിരിച്ചടി അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി ഈ പേഴ്സൺ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവരിൽ നിന്നും ഇത്തരം ചതികൾ ഉണ്ടായപ്പോൾ നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ് അതിനനുസരിച്ച് ശക്തമായി തീർന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഈ പ്രണയബന്ധത്തിലും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായും പോസിറ്റീവായുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തെ പരിപൂർണമായിട്ടും മറികടക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും. കാരണം ചില കാർമിക് പരമായിട്ടുള്ള കർമ്മ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ മറിയുവാൻ പോകുന്നത്. എപ്പോഴും എല്ലാ കാര്യവും എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുകയില്ല. ഭൂമിക്കും പ്രപഞ്ചത്തിനും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചില ശാപദുഃഖ ദുരിതങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോകുവാനുണ്ട്. അത് തീർത്തും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിയുടെ തലക്കു മുകളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ വ്യക്തി ഒരു പ്രതീക്ഷ സൃഷ്ടിക്കുന്നത്. കാരണം നിങ്ങളിലൂടെ മാത്രമേ ഈ വ്യക്തിക്ക് ഇനി ഒരു പുനർജന്മം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റാരെക്കുറിച്ചുമുള്ള ചിന്തകളോ വ്യാകുലതകളോ ഈ വ്യക്തിക്കില്ല. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തിക്ക് ചിന്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രന്റെ പലതരത്തിലുള്ള ഊർജത്തെ സൂചിപ്പിക്കുന്നത് പോലെ ചില ദിവസങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾക്കും വരുവാനോ കീഴ്പ്പെടുത്തുവാനോ ആവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിലും വിഷമിക്കുകയാണെങ്കിലും ഈ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം വളരെയധികം യാന്ത്രികമായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തിയുടെ മനസ്സിലും അത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വ്യക്തി വിചാരിക്കും നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും കൂടുതൽ കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുവാനും അനുഭവിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. ഇത് വളരെയധികം ആത്മബന്ധമുള്ള വ്യക്തികൾക്കിടയിൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം ഊർജമാണ്. ഇത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷനും ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയാണ് ഇന്നത്തെ ഈ ഒരു പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഊർജമായി അനുഗ്രഹമായി നിൽക്കുന്നത്. ഈ ഒരു മാലാഖ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവവും ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനും വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് സ്ഥിരതയുള്ള ഒരു ഊർജത്തിലേക്ക് വന്നു ചേരാനുമാണ് ഈ യൂറിയൽ മാലാഖ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാലാഖയെ നന്നായി തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുമാത്രമല്ല, ഇവിടെ തേർഡ് പാർട്ടിയായി കാണപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ആയിട്ടാണ്. അത് കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, കൂടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇത് നമുക്ക് തീർത്തും കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഇങ്ങനെ ഒരു ചതി ഈ വ്യക്തി പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഈ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനുമായി ബാധിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്.
അപ്പോൾ ഇതും മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം തന്നെയാണ്. ചില തിരിച്ചറിവുകൾ ഉണ്ടാകണമെങ്കിൽ, ഒരു മനുഷ്യന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകണമെങ്കിൽ പലതരത്തിലുള്ള ചതികൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആരായിരുന്നു ആത്മാർത്ഥ സുഹൃത്ത്, ആരായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ തേർഡ് പാർട്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണെ വഴിമുട്ടിക്കുകയും ചതിക്കുകയും ചെയ്തപ്പോൾ ഈ വ്യക്തി ഓടി വരുവാനും ഒന്ന് ആശ്വസിക്കാനും ആഗ്രഹിച്ചത് നിങ്ങളുടെ അടുത്തേക്കാണ്. അത് നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ സത്യസന്ധതയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്ന ഒരു അവസരം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പോസിറ്റീവായി കാണുവാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.